വീണ്ടും വാർത്തയിലേക്ക്. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ട തൊഴിലാളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തപസ്യ എന്ന വള്ളത്തിലെ തൊഴിലാളി വലപ്പാട് സ്വദേശി 48 വയസ്സുള്ള അനിലിനെയാണ് അഴീക്കോട് തീരദേശ പോലീസ് കരയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയത്. ഇന്ന് രാവിലെ മത്സ്യബന്ധനത്തിനിടെ ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തീരദേശ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ ഇന്റർസെപ്റ്റർ ബോട്ട് അനിലിനെ കരയിലെത്തിക്കുകയും ഹോട്ട് റോഡ് ആംബുലൻസ് പ്രവർത്തകർ ഇയാളെ കൊടുങ്ങല്ലൂർ AR മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എടത്തിരുത്തി സ്നേഹസംഗമം കൂട്ടുകുടുംബം ഓണാഘോഷം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ബാപ്പു മലപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഉഷ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ കലാരംഗത്ത് 52 വർഷം പിന്നിട്ട ബാപ്പു വലപ്പാടിനെ സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ആദരിച്ചു. പഞ്ചായത്ത് അംഗം VV ജയൻ, സിനിമാ സീരിയൽ താരം മുനീറ വലപ്പാട്, ഭാഗ്യ ഷാജി, സുകുമാരൻ വെള്ളാഞ്ചേരി, മണി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. കൂരിക്കുഴി സഹോദര കലാസമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. 2 ദിവസമായി നടന്ന ആഘോഷ പരിപാടിയിൽ തൃശൂർ ജനനയനയുടെ ഫോക്ക് ഈവ്, സഹോദര കലാസമിതിയുടെ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ മെഗാ തിരുവാതിര, കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ, SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം എന്നിവ നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് KN പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഷൈജൻ ശ്രീവത്സം, ശ്യാം ധർമ്മൻ, NK സുരേഷ്, PB സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥി ചാഴൂർ ഇഴുവപ്പടി സുഹാസിന്റെ മകൻ ശ്രീരാമന്റെ മൃതദേഹം കണ്ടെത്തി. ശനിയാഴ്ച രാത്രി 11 മണിയോടെ 1 കിലോമീറ്റർ അകലെയുള്ള നമ്പിക്കടവിൽ നിന്നും നാട്ടുകാരാണ് മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് തമ്പാൻകടവ് കടപ്പുറത്ത് ഫുട്ബോൾ പരിശീലനം കഴിഞ്ഞ ശ്രീറാം സുഹൃത്തുക്കളോടൊപ്പം കടലിൽ കുളിക്കാൻ ഇറങ്ങിയത്. തുടർന്ന് തിരയിൽപ്പെട്ട ശ്രീരാമിനെ കാണാതാവുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും കോസ്റ്റ് ഗാർഡും 2 ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. ശനിയാഴ്ച രാത്രി 11 മണിയോടെ കരയ്ക്കടിഞ്ഞ മൃതദേഹം നാട്ടുകാരാണ് കണ്ടെത്തിയത്. ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ചാഴൂർ SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ശ്രീറാം. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജസ്റ്റിൻ വാഴപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വനിതകൾ അണിനിരുന്ന മെഗാ തിരുവാതിര ഓണാഘോഷത്തിന്റെ ഭാഗമായി ദേവാലയത്തിൽ നടന്നു. തുടർന്ന് കസേരയോട്ടം, ഉറിയടി തുടങ്ങി നിരവധി കലാപരിപാടികൾ അരങ്ങേറി.
ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ജനസാഗരത്തെ ആവേശത്തിൽ ആറാടിച്ച് സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങി. ഓണക്കാലത്ത് 95 ലക്ഷം കുടുംബങ്ങൾക്ക് 14 വിഭവങ്ങൾ അടങ്ങുന്ന ഓണസമ്മാനം എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ 14 പൂർത്തീകരിച്ച സ്നേഹവീടുകളുടെ താക്കോൽദാനം നടന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.